നമസ്കാരം. ഇന്നത്തെ വിഷയം തൊണ്ടവേദനയാണ്. തൊണ്ടവേദന എന്നത് തൊണ്ടയുടെ പിൻഭാഗത്ത് ചൊറിച്ചിലും വേദനയും നിറഞ്ഞൊരു അനുഭവമാണ്. തൊണ്ടയിലെ ശ്ലേഷ്മസ്തരത്തിന് അഥവാ മ്യൂക്കസ് മെംബ്രെയിനുണ്ടാകുന്ന വീക്കം കാരണമാണ് ഇതുണ്ടാകുന്നത്. ഇവർക്ക് സാധാരണയായി ഭക്ഷണം വിഴുങ്ങുമ്പോഴോ സംസാരിക്കുമ്പോഴോ കഠിനമായ വേദന അനുഭവപ്പെടാം. രോഗലക്ഷണങ്ങളുടെ ദൈർഘ്യം അടിസ്ഥാനമാക്കി ഇതിനെ പ്രധാനമായും രണ്ടായി തരംതിരിക്കുന്നു. 1. അക്യൂട്ട് ഫാരിഞ്ചൈറ്റിസ്. 3 മുതൽ 10 ദിവസം വരെ നീണ്ടുനിൽക്കുന്ന തൊണ്ടവേദനയാണിത്. സാധാരണയായി കാണപ്പെടുന്ന തൊണ്ടവേദന ഈ വിഭാഗത്തിൽപ്പെട്ടതാണ്. 2. ക്രോണിക് ഫാരിഞ്ചൈറ്റിസ്. 10 ദിവസത്തിൽ കൂടുതൽ നീണ്ടുനിൽക്കുന്നതോ അല്ലെങ്കിൽ ഭേദമായ ശേഷവും കൂടെ വരുന്നതോ ആയ തൊണ്ടവേദനയാണിത്. തൊണ്ടവേദനയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെ? തൊണ്ടയിൽ ഒരുതരം വരൾച്ച അനുഭവപ്പെടുന്നതോടെയാണിത് സാധാരണയായി ആരംഭിക്കുന്നത്. രോഗം മൂർച്ഛിക്കുന്നതനുസരിച്ച് സംസാരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഇത് കഠിനമായ വേദനയായി മാറാം. ചില സന്ദർഭങ്ങളിൽ ഈ വേദന ചെവിയിലേക്കോ കഴുത്തിന്റെ വശങ്ങളിലേക്കോ വ്യാപിക്കുന്നതായും അനുഭവപ്പെടാം. അണുബാധയാണ് തൊണ്ടവേദനയ്ക്ക് കാരണമെങ്കിൽ താഴെ പറയുന്ന അധിക ലക്ഷണങ്ങളും കണ്ടേക്കാം. പനി, തലവേദന, വയറുവേദന, കഴലവീക്കം അഥവാ ലിംഫ് നോഡുകളിലെ വീക്കം, മൂക്കടപ്പ്, മൂക്കൊയിപ്പ്, ചുമ, ക്ഷീണം, ശബ്ദമടപ്പ് അഥവാ പരുക്കൻ ശബ്ദം, തൊണ്ടയിലും ടോൺസിലുകളിലും ചുവക്കും നീർക്കെട്ടും, തൊണ്ടയിൽ വെളുത്ത പാടുകൾ കാണപ്പെടുന്നത്. പ്രധാന കാരണങ്ങൾ എന്തൊക്കെ? ജലദോഷം, ഇൻഫ്ലുവൻസ തുടങ്ങിയ വൈറൽ അണുബാധകളാണ് തൊണ്ടവേദനയുടെ ഏറ്റവും സാധാരണമായ കാരണം. ഫാരിഞ്ചൈറ്റിസ് പലപ്പോഴും താഴെ പറയുന്ന അവസ്ഥകളുടെ ഒരു ലക്ഷണമായി വരാം. 1. ബാക്ടീരിയൽ അണുബാധ അഥവാ സ്ട്രെപ്തോഡ് തുടങ്ങിയവ തൊണ്ടവേദനയ്ക്ക് കാരണമാകും. 2. ടോൺസിലുകൾക്കുണ്ടാകുന്ന അണുബാധയും വീക്കവുമാണ് ടോൺസിലൈറ്റിസ്. വൈറസുകളും ബാക്ടീരിയകളും ഇതിന് കാരണമാകാം. 3. അലർജികൾ. പൂമ്പൊടി, പൊടി, വളർത്തുമൃഗങ്ങൾ എന്നിവയോടുള്ള അലർജി, മൂക്കിൽ നിന്നുള്ള കഫം തൊണ്ടയിലേക്ക് ഒഴുകിയിറങ്ങുകയും ഇത് തൊണ്ടയിൽ അസ്വസ്ഥതയുണ്ടാക്കുകയും ചെയ്യും. 4. എസിഡിറ്റി. ആമാശയത്തിലെ ആസിഡ് അന്നനാളത്തിലേക്ക് തിരികെ വരുന്ന അവസ്ഥ തൊണ്ടയിൽ എരിച്ചിലും വേദനയും ഉണ്ടാകാൻ കാരണമാകും. 5. ഉറക്കെ സംസാരിക്കുന്നത്, എരിവുള്ള ഭക്ഷണം കഴിക്കുന്നത്, പുകവലി, വളരെ ചൂടുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് എന്നിവ തൊണ്ടയ്ക്ക് അസ്വസ്ഥതയുണ്ടാക്കാം. 6. രാത്രി ഉറങ്ങുമ്പോൾ വായിലൂടെ ശ്വസിക്കുന്നത് തൊണ്ട വരണ്ടുപോകാനും വേദനയുണ്ടാകാനും കാരണമാകും. 7. വളരെ അപൂർവമാണെങ്കിലും വിട്ടുമാറാത്ത തൊണ്ടവേദന ചിലപ്പോൾ തൊണ്ടയിലെ അർബുദത്തിന്റെയോ മറ്റു മുഴകളുടെയോ ഒരു ലക്ഷണമാകാം. ഫാരിഞ്ചൈറ്റിസ് എങ്ങനെ നിർണ്ണയിക്കാം? ഒരു ഡോക്ടർ നിങ്ങളുടെ ലക്ഷണങ്ങൾക്കനുസരിച്ച് തൊണ്ട, നാവ്, ചെവികൾ ഉൾപ്പെടുന്ന ഒരു ശാരീരിക പരിശോധന നടത്തും. പരിശോധനാഫലം അനുസരിച്ചായിരിക്കും ഏറ്റവും അനുയോജ്യമായ ചികിത്സാരീതി നിർണ്ണയിക്കുക. നന്ദി.